بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق، خلق الإنسان من علق، اقرأ وربك الأكرم الذي علم بالقلم، علم الإنسان ما لم يعلم، كلا إن الإنسان ليطغى أن رآه استغنى، إن إلى ربك الرجعى، أرأيت الذي ينهى عبدا إذا صلى، أرأيت إن كان على الهدى أو أمر بالتقوى، أرأيت إن كذب وتولى، ألم يعلم بأن الله يرى، كلا لئن لم ينته لنسفعا بالناصية، ناصية كاذبة خاطئة، فليدع ناديه، سندع الزبانية، كلا لا تطعه واسجد واقترب. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ സന്ദർഭങ്ങളിലായി നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ പൊതുവായ ചില വിഷയങ്ങളിലുള്ള പ്രാർത്ഥനകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതേപോലെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള മറ്റു ചില ദുആകളെ സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്തുകൊണ്ട് പടച്ചതമ്പുരാന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും മാനിച്ചുകൊണ്ട് ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന
നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഅവ്വദു മിൻ ജഹദിൽ ബലാഇ വദറകിശ് ശഖാഇ വസൂഇൽ ഖദാഇ വശമാതത്തിൽ അഅദാ. അതേപോലെ ബുഖാരിയിലും മുസ്ലിമിലും നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, തഅവ്വദു ബില്ലാഹി മിൻ ജഹദിൽ ബലാഇ വദറകിശ് ശഖാഇ വസൂഇൽ ഖദാഇ വശമാതത്തിൽ അഅദാ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതിന്റെ സാരം ഇപ്രകാരമാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് യതഅവ്വദു, അല്ലാഹുവിനോട് അഭയം ചോദിക്കാറുണ്ടായിരുന്നു, മിൻ ജഹദിൽ ബലാഇ, താങ്ങാനാവാത്ത തടുക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹുവിനോട് അഭയം ചോദിക്കാറുണ്ടായിരുന്നു. വദറകിശ് ശഖാഇ, ദീനിന്റെ വിഷയത്തിലോ ദുന്യാവിന്റെ കാര്യത്തിലോ ബാധിച്ചേക്കാവുന്ന സകല ദൗർഭാഗ്യങ്ങളിൽ നിന്നും അഭയം ചോദിക്കാറുണ്ടായിരുന്നു. വസൂഇൽ ഖദാഇ, മനുഷ്യനെ ബാധിക്കുന്ന ദുർവിധികൾ, അവയിൽ നിന്നും അല്ലാഹുവിനോട് അഭയം ചോദിക്കാറുണ്ടായിരുന്നു. വശമാതത്തിൽ അഅദാഇ, ശത്രുക്കളുടെ സന്തോഷത്തിൽ നിന്നും അല്ലാഹുവിനോട് അഭയം ചോദിക്കാറുണ്ടായിരുന്നു. ഇതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിന്റെ, അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിന്റെ ആശയം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയാണ്, തഅവ്വദു ബില്ലാഹ്, തഅവ്വദു ബില്ലാഹി, നിങ്ങൾ അല്ലാഹുവിൽ അഭയം ചോദിച്ചോളൂ, നിങ്ങൾ അല്ലാഹുവിനോട് കാവലിനെ ചോദിച്ചോളൂ. മുസ്ലിം ഉമ്മത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അല്ലാഹുവിനോട് അഭയം ചോദിക്കണം. മിൻ ജഹദിൽ ബലാഇ വദറകിശ് ശഖാഇ വസൂഇൽ ഖദാഇ വശമാതത്തിൽ അഅദാ. ഈ പറയപ്പെട്ട 4 കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ അല്ലാഹുവിനോട് അഭയം ചോദിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉപദേശിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ 2 ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായി, ഒന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നു, നിങ്ങൾ ജഹദിൽ ബലാഇ, ദറകിശ് ശഖാഇ, സൂഇൽ ഖദാഇ, ശമാതത്തുൽ അഅദാ, ഇവയിൽ നിന്നൊക്കെ അല്ലാഹുവിനോട് അഭയം ചോദിക്കണം. അങ്ങനെ ചോദിക്കണം, അല്ലാഹുവിൽ അഭയം ചോദിക്കണം എന്ന് പറയുക മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും ഈ 4 കാര്യങ്ങളുടെയും കെടുതിയില്ലെന്ന് അല്ലാഹുവിനോട് അഭയം ചോദിക്കാറുണ്ടായിരുന്നു എന്ന് സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ഈ 4 കാര്യങ്ങളുടെ ആശയം? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ മനുഷ്യരായ നമ്മുടെ കഴിവുകേടും നമ്മുടേതായ നിസ്സഹായാവസ്ഥയും നമ്മുടേതായ ദൗർബല്യങ്ങളും അല്ലാഹുവിന്റെ മുമ്പിൽ സമ്മതിച്ചുകൊണ്ട് എല്ലാ കഴിവുകളും റബ്ബിന് മാത്രമേയുള്ളൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് റബ്ബിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, അല്ലാഹുവേ, ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, അഭയം ചോദിക്കുന്നു, മിൻ ജഹദിൽ ബലാഇ, മിൻ ജഹദിൽ ബലാഇ. ബലാ എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങൾ എന്നാണ് അർത്ഥം. ബലാ നമ്മൾ സാധാരണ പറയലുണ്ട് ബലാല് മുസീബത്ത്, സാധാരണ പ്രയോഗത്തിൽ വരും ബലാല് മുസീബത്ത് എന്നാ പറയല്, പക്ഷേ അത് ബലാല് എന്നാ പറയാറ്. പല ആളുകളും അറിയാത്തത് കൊണ്ട് തെറ്റിദ്ധരിച്ചിട്ട് പറയും അത് ബലാല് നീങ്ങിപ്പോയി, അല്ലെങ്കിൽ ഒരു ബലാല് മുസീബത്ത് എന്ന് പ്രയോഗിക്കാറുണ്ട്. വാസ്തവത്തിൽ അത് ബലാ മുസീബത്താണ്, ബലാ ഹംസയാണ്. ബലാ എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളാണ്. ആ നിലക്ക് മിൻ ജഹദിൽ ബലാഇ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നു. ജഹദിൽ ബലാഇ എന്ന് പറഞ്ഞാൽ ഒക്കെ താങ്ങാനാവാത്ത
തടുക്കാനാവാത്ത പരീക്ഷണങ്ങൾ, ക്ലേശകരമായ നിലക്കുള്ള അത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. പരീക്ഷണങ്ങള് പല രൂപത്തിലുണ്ടാകും, പല നിലക്ക് മനുഷ്യൻ പരീക്ഷിക്കപ്പെടും. പക്ഷേ അതിനെ അതിജയിക്കാനും ആ പരീക്ഷണങ്ങളിൽ സഹിക്കാനും അവയോട് യഥാർത്ഥമായ നിലക്ക് തന്റെ ഈമാൻ ഒരിക്കലും പതറിപ്പോകാത്ത നിലക്ക് പരീക്ഷണങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കാനും തന്റെ വിശ്വാസത്തെ ദൃഢമായി തന്നെ നിലനിർത്താനും അതൊക്കെ ഒരു വലിയ തൗഫീഖ് വേണം അല്ലാഹുവിങ്കൽ നിന്ന്. കണ്ടിട്ടില്ലേ, ഒരുപാട് ആളുകൾ പരീക്ഷണങ്ങൾ വരുമ്പോ അത് താങ്ങാനാവാതെ സഹിക്കാനാവാതെ പെട്ടെന്ന് തൂങ്ങി മരണത്തിലേക്കും ആത്മഹത്യയിലേക്കും ഒക്കെ പോകും. പടച്ചതമ്പുരാനോട് അഭയം ചോദിക്കുകയാണ്, താങ്ങാനാവാത്ത തടുക്കാനാവാത്ത നിലക്കുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. ഷഖാ എന്ന് പറഞ്ഞാൽ സആദത്തിന്റെ പിന്നെ ഏറ്റവും വലിയ നേരെ എതിരിൽ നിൽക്കുന്ന സംഗതിയാണ്. സആദത്ത് എന്ന് പറഞ്ഞാൽ സൗഭാഗ്യം എന്നാണ് അർത്ഥം. സആദത്ത് സൗഭാഗ്യം, സൗഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ആൾക്ക് സഈദ് എന്ന് പറയും. സഈദ്. അതേ അവസരത്തിൽ ദൗർഭാഗ്യം എന്ന് പറയുന്നത് ഈ സൗഭാഗ്യത്തിന്റെ നേരെ എതിരായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് ദൗർഭാഗ്യം. അത്തരത്തിലുള്ള ആളുകൾക്ക് ശഖീ എന്ന് പറയും. വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം, പരലോകത്ത് വിശ്വാസികൾ എത്തി നിൽക്കുമ്പോ ഫമിൻഹും ശഖീയ്യും വസഈദ്, അവരിൽ ദൗർഭാഗ്യവാന്മാരായ ആളുകളുണ്ട്, സൗഭാഗ്യവാന്മാരായ ആളുകളുമുണ്ട്. നാളെ പരലോകത്തെത്തുമ്പോ ശഖീ എന്ന് പറഞ്ഞ ആ പ്രയോഗമാണ് ഇവിടെ ഷഖാ. ഷഖാ എന്ന് പറഞ്ഞാൽ ആ നിലക്കുള്ള ദൗർഭാഗ്യങ്ങൾ, ഒരു മനുഷ്യന്റെ ദീനിലോ ദുന്യാവിലോ ബാധിക്കുന്ന ദൗർഭാഗ്യങ്ങൾ. അങ്ങനത്തെ ദൗർഭാഗ്യം എന്നിൽ വന്നു ചേരുന്നതില്ലെന്ന്, ആ ദൗർഭാഗ്യത്തിന് ഞാൻ വിധേയനാകുന്നതില്ലെന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. അതാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദറകിശ് ശഖാ. ഇനി മൂന്നാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ പറഞ്ഞത് വസൂഇൽ ഖദാ. ഏതാണ്ട് ഇതൊക്കെ ബന്ധമുള്ള കാര്യങ്ങളാണ്. വസൂഇൽ ഖദായി, ഏറ്റവും ചീത്തയായ നിലക്കുള്ള, വളരെ മോശപ്പെട്ട നിലക്കുള്ള ഏതെങ്കിലും വിധികൾ ശരീരത്തിനോ അതല്ലെങ്കിൽ മനുഷ്യന്റെ ധനത്തിനോ അല്ലെങ്കിൽ തന്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ തന്റെ സന്താനങ്ങളിലോ പര്യവസാനം വളരെ മോശമായ നിലക്കുണ്ടാകുന്ന സംഗതികൾ. മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. ആ പര്യവസാനം മോശമാകുക, അതല്ലെങ്കിൽ ശാരീരികമായിട്ട് എന്തെങ്കിലും അസുഖമുണ്ടാവുക, അല്ലെങ്കിൽ ധനപരമായ നിലക്കുള്ള പ്രത്യേക പ്രശ്നങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ കുടുംബത്തിലോ സന്താനങ്ങളിലോ സഹിക്കാനാവാത്ത പ്രയാസങ്ങൾ ഉണ്ടാവുക. ഇതിൽ നിന്നൊക്കെ അല്ലാഹുവിനോട് അഭയം ചോദിക്കുന്നു. വസൂഇൽ ഖദാ. നാലാമത്തെ കാര്യം പറയുന്നത് വശമാതത്തിൽ അഅദാ. ശമാതത്ത് എന്ന് പറഞ്ഞാൽ ശത്രുവിനുണ്ടാകുന്ന സന്തോഷമാണ്. ശമാതത്തുൽ അഅദാ, ശത്രുക്കൾക്കുണ്ടാകുന്ന സന്തോഷത്തിൽ നിന്നും ശത്രു സന്തോഷത്തിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. നമ്മുടെ ശത്രുക്കൾക്ക് സന്തോഷം ഉണ്ടാകൽ നമുക്ക് അപകടം പറ്റുമ്പോഴാണ്, അല്ലെങ്കിൽ നമുക്കൊരു പ്രയാസമുണ്ടാകുമ്പോഴാണ്. ആ നിലക്ക് ശത്രുക്കൾക്ക് സന്തോഷമുണ്ടാകുന്ന നിലക്കുള്ള ഒരു കാര്യം പടച്ചതമ്പുരാനെ എന്നിൽ സംഭവിക്കാതെ നീ നോക്കേണമേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. നിങ്ങൾക്കറിയില്ലേ, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം സീനാ പർവ്വതത്തിന്റെ സമീപത്തേക്ക് തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയ അവസരത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനങ്ങളുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ ആയിരുന്നു. അങ്ങനെ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഏൽപ്പിച്ചു പോയ മൂസ നബി അലൈഹിസ്സലാം മടങ്ങി വരുമ്പോ കണ്ട കാഴ്ച എന്താണ്? ഒരു 10-40 ദിവസം അങ്ങ് വിട്ടു നിന്നിട്ടേയുള്ളൂ. മൂസ നബി മടങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച, താൻ തൗഹീദ് പഠിപ്പിച്ച് വളർത്തിയുണ്ടാക്കിയ ജനങ്ങളതാ ശിർക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അവര് കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവരതിന്റെ ചുറ്റും നൃത്തം വെച്ചുകൊണ്ട് പല രൂപത്തിലുള്ള കാര്യങ്ങളും ചെയ്ത് വൃത്തികേടുകൾ ചെയ്യുകയാണ്. ഇത് കണ്ടപ്പോൾ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വളരെ വിഷമത്തോടുകൂടി ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇത്തിരി ശകാരിച്ചതായി ഖുർആനിൽ കാണാം. ഞാൻ ആ സംഭവം പറയലല്ല ഉദ്ദേശം. ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ
മൂസ നബി അല്പം ശകാരിച്ച ആ കാര്യത്തെ സംബന്ധിച്ച് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹാറൂൻ നബിയെ ഇത്തിരി ശാസിക്കുന്ന അവസരത്തിൽ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്ന ഒരു വാചകം ഖുർആനിൽ കാണാം. സൂറത്തുൽ അഅറാഫിലെ 150-151 ആയത്തുകളിൽ നമുക്ക് കാണാം. അവിടെ ഹാറൂൻ അലൈഹിസ്സലാം മൂസ നബിയോട് പറയുന്നുണ്ട്, ഫലാ തുഷ്മിത് ബിയൽ അദാ വലാ തജഅൽനി മഅൽ ഖൗമിൽ ളാലിമീൻ. മൂസാ നബി ഹാറൂൻ നബിയെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ, ഹാറൂനെ നീ എന്തേ ഈ ജനങ്ങൾ തെറ്റ് ചെയ്യുമ്പോ നീ അവരെ എതിർത്തില്ലേ? നീ എന്തേ അവരെ നന്നാക്കാൻ നോക്കാഞ്ഞത്? അവർ ഈ ശിർക്കിലേക്ക് പോകുന്നത് നീ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹാറൂൻ നബിയെ ഇങ്ങനെ ശാസിക്കുന്ന രംഗം. അങ്ങനെ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനസ്സിൽ അതൊരു വല്ലാത്ത വിഷമമായി മൂസ നബി ആ ശകാരിക്കുന്നത്. ആ സമയത്ത് മൂസ നബിയോട് ഹാറൂൻ അലൈഹിസ്സലാം പറഞ്ഞ ഒരു വാചകം വിശുദ്ധ ഖുർആനിൽ കാണാം. എന്റെ സഹോദരാ, ഹാറൂൻ നബി അലൈഹിസ്സലാം വിളിക്കുകയാണ് മൂസ നബി അലൈഹിസ്സലാമിനെ, പ്രിയപ്പെട്ട സഹോദരാ, നിങ്ങൾ എന്നെ ശാസിക്കരുത്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഫലാ തുഷ്മിത് ബിയൽ അദാ, ഞാൻ മുഖേന അല്ലെങ്കിൽ ഈ സംസാരം മുഖേന നമ്മുടെ ശത്രുക്കൾക്ക് സന്തോഷിക്കാൻ നിങ്ങൾ വകയുണ്ടാക്കി കൊടുക്കരുത്. വലാ തജഅൽനീ മഅൽ ഖൗമിൽ ളാലിമീൻ, ഈ അക്രമികളായ ജനങ്ങളുടെ കൂടെ നിങ്ങൾ എന്നെയും ഉൾപ്പെടുത്തരുത്. ഞാൻ നിരപരാധിയാണ്, ഞാൻ അവരെ എതിർത്തിട്ടുണ്ട്, പരമാവധി ഞാൻ അവരെ എതിർത്തിട്ടുണ്ട്. ഞാൻ എതിർക്കാത്തത് കൊണ്ടോ ഞാൻ അവരെ തടയാത്തത് കൊണ്ടോ അല്ല അവർ ശിർക്ക് ചെയ്തത് എന്നിങ്ങനെ മൂസ നബി അലൈഹിസ്സലാമിനോട് ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന ആ വാചകം വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത് ഫലാ തുഷ്മിത് ബിയൽ അദാ, എന്നെ കൊണ്ട് നിങ്ങൾ ശത്രുക്കൾക്ക് സന്തോഷിക്കാൻ വകയുണ്ടാക്കി കൊടുക്കരുത്. അവിടെ ശമാത്തത്തുൽ അദാ എന്ന് പ്രയോഗിച്ചതിനെ സംബന്ധിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അഥവാ ഇവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തർക്കിക്കുന്നത് കാണുമ്പോ ഇവരുടെ ശത്രുക്കൾക്ക് സന്തോഷമാവില്ലേ? കണ്ടോ, അവര് തന്നെ അങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് ശത്രുക്കൾക്ക് സന്തോഷമുണ്ടാകും. അതുകൊണ്ട് ശത്രുവിന് സന്തോഷം തോന്നുന്ന നിലക്ക് നിങ്ങൾ എന്നെ ശാസിക്കരുത്, ഞാൻ നിരപരാധിയാണ് എന്ന് ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി വിശുദ്ധ ഖുർആനിൽ കാണാം. എപ്പോഴും മുസ്ലിമീങ്ങൾക്ക് വല്ല ആപത്തും വരുന്നുണ്ടോ? മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും സംഗതി ഏതെങ്കിലും നിലക്കൊരൽപ്പം പരാജയമോ ഒരൽപ്പം പ്രശ്നമോ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ശത്രുക്കളുടെ മനസ്സിൽ വലിയ സന്തോഷമാണ് ഉണ്ടാക്കുന്നത്. പടച്ചവനെ, അങ്ങനെ ശത്രുക്കൾക്ക് സന്തോഷിക്കാവുന്ന ഒരവസ്ഥ എന്നിൽ ഉണ്ടാകരുതേ, അല്ലെങ്കിൽ ഞങ്ങളിൽ ഉണ്ടാകരുതേ എന്ന് അല്ലാഹുവിനോട് തേടുകയാണ്. വശമാത്തത്തിൽ അദാ, ശത്രുക്കളുടെ സന്തോഷത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് റസൂലുള്ളാഹിയുടെ കൂടെ തന്നെ ജീവിച്ചിരുന്ന പലരും, വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത മുനാഫിക്കീങ്ങളും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശത്രുക്കളായി തന്നെ പരസ്യമായി രംഗത്തുണ്ടായിരുന്ന ജൂതന്മാരും അതേപോലെയുള്ള ആളുകൾക്കൊക്കെ യുദ്ധരംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വല്ല ആപത്തും പണഞ്ഞു എന്ന് കേട്ടാ വലിയ സന്തോഷമായിരുന്നു. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. സൂറത്ത് ആലി ഇംറാനിലെ 120-ാമത്തെ ആയത്തിൽ കാണാം, ഇൻ തംസസ്കും ഹസനതുൻ തസുഉഹും വഇൻ തുസിബുകും സയ്യിഅതുൻ യഫ്റഹൂ ബിഹാ. ഇൻ തംസസ്കും, ഓ വിശ്വാസികളെ, ഓ മുഅ്മിനുകളെ, നിങ്ങൾക്ക് വല്ല നന്മയും ബാധിക്കുന്ന പക്ഷം, നിങ്ങൾക്ക് വല്ല വിജയമോ അതല്ലെങ്കിൽ ഗനീമത്തോ അതല്ലെങ്കിൽ വല്ല വിജയമോ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബാധിക്കുന്ന പക്ഷം തസുഹും, നിങ്ങളുടെ ശത്രുക്കൾക്ക് അത് വല്ലാത്ത സങ്കടമാണ്, നിങ്ങളുടെ ശത്രുക്കളെ അത് ദുഃഖിപ്പിക്കുന്നു, അവർക്കത് വല്ലാത്ത വിഷമമുണ്ടാക്കുന്നു. അതേ അവസരത്തിൽ വിശ്വാസികളെ, വഇൻ തുസിബുകും സയ്യിഅതുൻ, നിങ്ങൾക്ക് വല്ല തിന്മയും ബാധിക്കുന്നതാണെങ്കിൽ, നിങ്ങൾക്ക് വല്ല ആപത്തും ബാധിക്കുകയാണെങ്കിലോ യഫ്റഹൂ ബിഹാ, അവരതിന്റെ പേരിൽ വല്ലാതെ സന്തോഷിക്കുന്നതായി കാണാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. സൂറത്തു തൗബയിലെ 50-ാമത്തെ ആയത്തിലും ഇതേ ആശയം കാണാം. ഇൻ തുസിബ്ക ഹസനതുൻ തസുഉഹും വഇൻ തുസിബ്ക മുസീബത്തുൻ ഖദ് അഖദ്നാ അംറനാ മിൻ ഖബ്ലു വയതവല്ലൗ വഹും ഫരിഹൂൻ.
നബിയേ, നിനക്ക് വല്ല നന്മയും ബാധിക്കുന്ന പക്ഷം ആ ശത്രുക്കൾക്കത് വല്ലാത്ത വിഷമമാണ്. മുസ്ലിമീങ്ങൾക്ക് വല്ല നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ നല്ല സംഭവങ്ങളോ ഒക്കെ ഉണ്ടായാൽ അത് അവർക്ക് മനോദുഃഖമുണ്ടാക്കുന്നു. ഇതേമറിച്ച് നിങ്ങൾക്ക് വല്ല ആപത്തും ബാധിച്ചാലോ അവര് പറയും, ഈ ആപത്തൊന്നും ഞങ്ങൾക്ക് ബാധിക്കാതിരിക്കാൻ ഞങ്ങളൊക്കെ മുൻകരുതൽ എടുത്തിരുന്നു. എന്നിട്ട് വയതവല്ലൗഹും ഫരിഹൂൻ, അവര് സന്തോഷവാന്മാരായിക്കൊണ്ട് തിരിഞ്ഞു പോകുന്നതായിട്ട് കാണാം. അപ്പൊ ഈ ആയത്തിലും പറയുന്നത് ശത്രുക്കൾക്കുണ്ടാകുന്ന സന്തോഷത്തെ സംബന്ധിച്ചാണ്. ഇത് നമ്മുടെ മനസ്സിനൊരു വല്ലാത്ത വിഷമമുണ്ടാക്കുന്ന സംഗതിയാണല്ലോ. ആരും പറഞ്ഞു തരേണ്ടതില്ലല്ലോ. നമ്മുടെ ശത്രുക്കൾക്ക് നമുക്കൊരു എന്തെങ്കിലും ഒരു പരാജയം ഉണ്ടാകുന്നത് കണ്ടാൽ ശത്രുവിനത് വലിയ സന്തോഷമുണ്ടാക്കും. അതുകൊണ്ട് പടച്ചവനെ, എനിക്ക് ശത്രുവിന് സന്തോഷമുണ്ടാകുന്ന നിലക്കൊരു അപകടം ഉണ്ടാകുന്നതില്ലെന്ന്, ശത്രുക്കൾ സന്തോഷിക്കാവുന്ന നിലക്ക് എന്തെങ്കിലും പരീക്ഷണങ്ങൾ എനിക്ക് സംഭവിക്കുന്നതില്ലെന്ന് പടച്ചവനെ നീ എന്നെ കാത്തുരക്ഷിക്കണേ എന്ന് അള്ളാഹുവിനോട് അഭയം ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, ഇങ്ങനെ ശത്രുവിന് ഈ മുസ്ലിമീങ്ങൾക്ക് ചേർന്നതല്ല അത് എന്ന്. ഒരാൾക്ക് മറ്റൊരാളോട് ആലോക്യമുണ്ടെങ്കിൽ, ഒരാൾക്ക് മറ്റൊരാളോട് എന്തെങ്കിലും, മുസ്ലിമീങ്ങൾ തമ്മിൽ പാടില്ലാത്ത ഒരു സമ്പ്രദായമാണത്. ഒരാൾക്ക് മറ്റൊരാളോട് ഇത്തിരി വെറുപ്പുണ്ട് അല്ലെങ്കിൽ ഇത്തിരി ആലോക്യമുണ്ട് എങ്കിൽ അവൻ എന്തെങ്കിലും ആപത്ത് ബാധിക്കുമ്പോൾ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്ന ഏറ്റവും ദുഷിച്ച മനസ്സ്, അത് വിശ്വാസിക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആ വ്യക്തിയുടെ പരാജയത്തിലോ അല്ലെങ്കിൽ ആ വ്യക്തി ഇടങ്ങേറാകുന്നത് കാണുമ്പോഴോ അല്ലെങ്കിൽ ആ വ്യക്തി കഷ്ടപ്പെടുന്നത് കാണുമ്പോഴോ സന്തോഷിക്കുന്ന ഒരു മനസ്സ്, അത് പാടില്ലാത്തതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, ലാ തുൽഹിരി ശമാതത ലിഅഖീക ഫയർഹമുല്ലാഹു വയബ്തലീക. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, എന്താ അവിടെ പറയുന്നത്? ലാ തുൽഹിർ, നീ പ്രകടിപ്പിക്കരുത്, അശമാതത ലിഅഖീക, നിന്റെ സഹോദരൻ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ ആ സഹോദരന്റെ പ്രയാസത്തിൽ നീ സന്തോഷം കാണിക്കരുത്. നിനക്ക് എന്ത് തന്നെ പ്രയാസം തോന്നിയാലും നീ ആ പ്രയാസം അത് പ്രകടിപ്പിക്കരുത്. എന്തേ കാരണമെന്നറിയാമോ? ഫയർഹമുല്ലാഹ്, അള്ളാഹു ആ മനുഷ്യന് റഹ്മത്ത് ചെയ്തിട്ട് വയബ്തലീക, നിനക്കും അതേ പരീക്ഷണം വരാമല്ലോ. അവന്റെ ആ പരീക്ഷണങ്ങൾ അങ്ങ് പോയിട്ട് അതേ പരീക്ഷണം നിനക്കങ്ങ് വന്നാലോ? സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളോട് പറഞ്ഞു, അത് പാടില്ലാത്ത സംഗതിയാണെന്ന്. അത്രമല്ല, ഒരു കവി പറഞ്ഞത് കാണാം, ഇദാ മദ്ദഹുറു ജറ അലാ ഉനാസി കലാകിലഹു അനാഖ ബിയാഖരീനാ ഫഖുൽ ലിശാമിതീന ബിനാ അഫീഖു സയൽഖ ശാമിതൂന കമാ ലഖീനാ. ഖുർത്തുബി ഇമാം അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതായി കാണാം, ഒരു ജനതക്ക് അല്ലെങ്കിൽ മുസ്ലിമീങ്ങളിൽ ഒരാൾക്ക് ഏതെങ്കിലും ഒരു ആപത്തോ പ്രയാസങ്ങളോ ഉണ്ടായി എന്ന് കാണുമ്പോ അതിന്റെ പേരിൽ നിനക്ക് അവനോട് പകയാണ്, വിദ്വേഷമാണെന്ന നിലക്ക് നീ സന്തോഷിച്ചു പോകരുത്. വിഷമമാണ് നിനക്ക് വേണ്ടത്. അങ്ങനെ സന്തോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയട്ടെ, അഫീഖൂ, നിങ്ങളൊക്കെ ഒന്നും മനസ്സുണർന്ന് ബോധവാന്മാരായിക്കോ. എന്താ പറയാനുള്ളതെന്നോ? സയൽഖ ശാമിതൂന കമാ ലഖീനാ, ഞങ്ങൾക്ക് ഈ ബാധിച്ചതൊക്കെ നിങ്ങൾക്കും വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്ലാം വെറുത്തിട്ടുള്ള ഒരു സംഗതിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർകിശ് ശഖാഇ വസൂഇൽ ഖളാഇ വശമാതത്തിൽ അദാ. തന്നില്ലാ സ്വഭാവമില്ലാതിരിക്കാനും കൂടി അതിൽ സൂചനയുണ്ട്. ഒരാൾക്കും അതില്ലാതിരിക്കാൻ, ശത്രുക്കൾക്ക് സന്തോഷമുണ്ടാകുന്ന നിലക്കുള്ള ഒരപകടം, അതല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു പ്രയാസങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ശത്രു സന്തോഷത്തിന് കാരണമായി തീരുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥനകളിൽ അവിടുന്ന് നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചതിൽ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇനി സുഹൃത്തുക്കളെ, നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദുആയിൽ തന്നെ കാണാം, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല കാന മിൻ ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സുഖ്തിക. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അവർ റിപ്പോർട്ട് ചെയ്യുന്നു,
കാന മിൻ ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആകളുടെ കൂട്ടത്തിൽപ്പെട്ടതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് കൽപ്പിക്കാൻ പോകുന്നത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു, മിൻ സവാലി നിഅമതിക. 4 കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. 4 കാര്യങ്ങളിൽ നിന്നാണ് അഭയം ചോദിക്കുന്നത്. മിൻ സവാലി നിഅമതിക, നിന്റെ നിഅമത്ത് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. നിഅമത്ത് നീങ്ങിപ്പോവുക, നിന്റെ നിഅമത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ, നീ തരുന്ന നിഅമത്ത് നീങ്ങിപ്പോകുന്നതില്ലെന്ന് നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. നമുക്ക് ഏത് നിഅമത്തുകളും കിട്ടുന്നത് അല്ലാഹുവിങ്കൽ നിന്നാണ്. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹി, നിങ്ങൾക്ക് ലഭിക്കുന്ന ഏത് അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അത് അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാണ്. ആ നിഅമത്ത് നീങ്ങിപ്പോകുന്നതിനെ നമ്മൾ ഭയപ്പെടണം. അതാണ് ഇവിടെ റസൂൽ പ്രത്യേകം ദുആ ചെയ്യാൻ പറയുന്നത്. പടച്ചവനെ, നീ നിഅമത്ത് തന്നിട്ട് ആ നിഅമത്ത് നീങ്ങിപ്പോകാനും എളുപ്പമാണ്. മല പോലെ വന്ന നിഅമത്തുകൾ മഞ്ഞുപോലെ ഉരുകിപ്പോകാം. ഇന്നലെ സമ്പന്നനായ മനുഷ്യൻ ഇന്ന് വളരെ ഏറ്റവും വലിയ ദരിദ്രനാണ്. ഇന്ന് ദരിദ്രനായവൻ നാളെ വേറൊരവസ്ഥയിലായിരിക്കാം. ഇന്ന് നല്ല ആരോഗ്യം എന്ന നിഅമത്ത് കിട്ടിയ മനുഷ്യൻ നാളെ ചിലപ്പോൾ രോഗിയായി മാറിയേക്കാം. അതും പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇവിടെ മൊത്തത്തിൽ പ്രത്യേകം പറയാണ്, അല്ലാഹുവേ, നീ തന്നിട്ടുള്ള നിഅമത്ത് നീങ്ങിപ്പോകുന്നതില്ലെന്ന് ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു. നിഅമത്ത് നീങ്ങിപ്പോകാൻ പല കാരണങ്ങളും ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ പ്രാർത്ഥിക്കുന്നവര് മുസ്ലിം അതുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്ത് നിഅമത്ത് നീങ്ങിപ്പോകൽ എപ്പോഴാ? നബി സല്ലല്ലാഹു വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം, പടച്ചതമ്പുരാൻ നിഅമത്ത് തന്നാൽ ആ നിഅമത്ത് വളരുകയും വർദ്ധിക്കുകയും ചെയ്യുന്ന അവസരങ്ങളുണ്ട്. ആ നിഅമത്ത് നശിച്ചു പോകുന്ന അവസരങ്ങളുമുണ്ട്. അല്ലാഹു തന്ന ഒരു നിഅമത്ത് നിലനിൽക്കാൻ നമുക്ക് ആശയുണ്ടോ? അല്ലാഹു തന്ന ഒരു നിഅമത്ത് നിലനിൽക്കണം, അത് അഭിവൃദ്ധിപ്പെടണം എന്ന് നമ്മൾ ആരെങ്കിലും മോഹിക്കുന്നുണ്ടോ? എങ്കിൽ എന്താ അതിന് മരുന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? പരിശുദ്ധ ഖുർആനിൽ കാണാമെന്ന്, വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്തിനെ ഓർക്കണം. പടച്ചതമ്പുരാന്റെ നിഅമത്ത് നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണം. അല്ലാഹുവിന്റെ നിഅമത്ത് ഓർക്കുമ്പോ ഇത് എവിടുന്ന് കിട്ടി എന്നുള്ള ചിന്ത സ്വാഭാവികമാണ്. എന്റെ കഴിവ് കൊണ്ടോ, എന്റെ ശേഷി കൊണ്ടോ, എന്റെ ബുദ്ധി കൊണ്ടോ, എന്റെ യുക്തി കൊണ്ടോ അല്ല എനിക്ക് നിഅമത്ത് കിട്ടിയത്, എന്റെ റബ്ബ് തന്നതാണെന്ന കൃത്യമായ ബോധം മനസ്സിലുണ്ടാകുമ്പോ ആ തന്ന റബ്ബുൽ ആലമീനിനോട് ശുക്ർ കാണിച്ചാലേ ഈ തന്ന നിഅമത്ത് നിലനിൽക്കുകയുള്ളൂ. ശുക്റിലൂടെയാണ്, കൂറ് കാണിക്കുന്നതിലൂടെയാണ്, നന്ദി കാണിക്കുന്നതിലൂടെയാണ് നിഅമത്തുകൾ നിലനിൽക്കുകയും അഭിവൃദ്ധിപ്പെടുകയും പുരോഗതിപ്പെടുകയും ചെയ്യുക. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്താ പരിശുദ്ധ ഖുർആൻ പറയുന്നത്? ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്തുകൾക്ക് ശുക്ർ കാണിക്കുന്ന മനസ്ഥിതിക്കാരാണെങ്കിൽ, പടച്ചതമ്പുരാൻ തന്നിട്ടുള്ള നിഅമത്തുകളോട് കൂറ് കാണിക്കുന്ന ആളുകളാണെങ്കിൽ, ലഅസീദന്നകും, ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരിക തന്നെ ചെയ്യുന്നതാണ്. അല്ലാഹുവിന്റെ ഓഫറാണ്. ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഓഫറല്ല. പടച്ചതമ്പുരാൻ ഒരു ഓഫർ പറഞ്ഞാൽ പടച്ചതമ്പുരാൻ ഒരു പ്രത്യേകതയുണ്ട്. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, ഒരു കരാറും ലംഘിക്കുന്നവനല്ല അല്ലാഹു. വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്നവനാണ് റബ്ബ്. അവൻ ഒരിക്കലും കരാറ് ലംഘിക്കുന്നവനല്ല എന്ന് നമുക്ക് റബ്ബിനെ സംബന്ധിച്ച് ഉറച്ച വിശ്വാസമുണ്ടല്ലോ. അതുകൊണ്ട് റബ്ബ് നമ്മളോട് പറയാണ്, ലഇൻ ശകർതും, ഓ ജനങ്ങളെ, നിങ്ങൾ ശുക്ർ ചെയ്യാൻ സന്നദ്ധരാണെങ്കിൽ, ലഅസീദന്നകും, ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. കുറഞ്ഞു പോകൂല. ഏത് കാര്യം അനുഗ്രഹം, ധനമാണോ അനുഗ്രഹം, നിങ്ങളുടെ ഒഴിവ് സമയം എന്ന അനുഗ്രഹമാണോ, അത് നിഅമത്താണെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിഅമത്താനി മഗ്ബൂനുൻ ഫീഹിമാ കസീറും മിനന്നാസ്, 2 നിഅമത്തുകൾ മഹാഭൂരിപക്ഷം ജനങ്ങളും ആ 2 നിഅമത്തുകളെ ശരിയായ നിലക്ക് വിനിയോഗിക്കുന്നതിൽ പരാജയപ്പെട്ടവരാണ്.
ആ രണ്ട് നിഅമത്തുകളുടെ കാര്യത്തിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും വഞ്ചിതരാണ് എന്ന് പറഞ്ഞാൽ അവരതിന്റെ വില മനസ്സിലാക്കാത്തവരാണ് എന്നർത്ഥം. വില മനസ്സിലാക്കുന്നുമില്ല, അത് ഉപയോഗിക്കേണ്ട ക്രമത്തിൽ ഉപയോഗിക്കുന്നുമില്ല. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, രണ്ട് നിഅമത്തുകൾ അത് കിട്ടിയ ആളുകൾക്ക് അതിന്റെ വിലയറിയുന്നില്ല, അതുകൊണ്ട് അവരത് ദുരുപയോഗപ്പെടുത്തുന്നതായിട്ടാണ് കാണുന്നത്. ഏതൊക്കെയാണ് ആ രണ്ട് നിഅമത്തുകൾ? അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. ഒന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് ഒഴിവ് സമയമാണ്. ആരോഗ്യം ഒരു വലിയ നിഅമത്താണ്. ആരോഗ്യമുള്ളപ്പോ മനുഷ്യൻ അതിൽ വഞ്ചിതനാണ്. അതിനെ ശരിക്കും ഉപയോഗപ്പെടുത്താനോ അതിന്റെ വിലയോ അവൻ മനസ്സിലാകുന്നില്ല. അവൻ ആരോഗ്യത്തിന്റെ വിലയറിയുന്നത് അനാരോഗ്യം ബാധിക്കുമ്പോഴാണ്. അതേപോലെ തന്നെ വൽ ഫറാഗ്, ഒഴിവ് സമയവും അല്ലാഹു തരുന്ന ഒരു വലിയ നിഅമത്താണ്. കുറച്ചു നേരം ഒഴിവ് കിട്ടുക, തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ കുറച്ചു നേരം ഒരു ഒഴിവ് കിട്ടുക, ഫറാഗ് എന്നത് അല്ലാഹു തരുന്നൊരു വലിയ നിഅമത്താണ്. ആ ഒഴിവ് സമയവും ആരോഗ്യവും ഒക്കെ നിഅമത്താണെന്ന് മനസ്സിലാക്കിയാൽ ആ രണ്ട് നിഅമത്തും നിനക്ക് നിലനിൽക്കണോ, അല്ലാഹു പൊരുത്തപ്പെടുന്ന കാര്യങ്ങളിലേക്ക് ആ രണ്ട് നിഅമത്തിനെയും നീ അങ്ങ് വിനിയോഗിച്ച് ശുക്ർ കാണിക്കണം. അതെങ്ങനെയാ? നിന്റെ ആരോഗ്യം കൊണ്ട് നീ അല്ലാഹുവിന് വെറുപ്പുള്ള ഒരു സംഗതിയും ചെയ്യരുത്. നിന്റെ ആരോഗ്യം ഉപയോഗപ്പെടുത്തിയിട്ട് നീ പടച്ചവന് വെറുപ്പുള്ള കാര്യങ്ങളിൽ ഏർപ്പെടരുത്. ആരോഗ്യമുള്ള സമയത്ത് നീ നന്നായി ഇബാദത്ത് ചെയ്യണം, നല്ല നല്ല കാര്യങ്ങൾ വർദ്ധിപ്പിക്കണം. ഒഴിവുവേള നീ തോന്യാസം കാണാൻ ഉപയോഗപ്പെടുത്തരുത്. തോന്യാസങ്ങൾ കേൾക്കാനോ ചീത്തയായ കാര്യങ്ങൾ കണ്ടാസ്വദിക്കാനോ കേട്ടാസ്വദിക്കാനോ അത്തരത്തിലുള്ള മജ്‌ലിസുകളിൽ പോയി ഇരുന്നു കൊടുത്ത് സഹകരിക്കാനോ നിന്റെ സമയം ഒരു സെക്കൻഡ് പോലും നീ വിനിയോഗിക്കാൻ പാടില്ല. അങ്ങനെ അല്ലാഹു തന്നിട്ടുള്ള ഏത് നിഅമത്തുകളും പടച്ച തമ്പുരാനാണല്ലോ ഇതെനിക്ക് നൽകിയത്. ഈ തന്ന റബ്ബുൽ ആലമീന് നൊടിയിട കൊണ്ട് നിഷ്പ്രയാസം അതങ്ങ് പിൻവലിക്കാനും കഴിവുള്ളവനാണ് ഇത് തന്നിരിക്കുന്നത്. ആ തന്നിട്ടുള്ള നിഅമത്ത് എനിക്ക് നിലനിൽക്കണമെങ്കിൽ ഞാൻ എൻ്റെ റബ്ബിനോട് ശുക്ർ ചെയ്യണം. അതല്ല നന്ദി കേടാണ് കാണിക്കുന്നതെങ്കിലോ വലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്തുകളോട് ശുക്ർ കാണിക്കുന്നുവെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. നന്ദി കേടാണ് കാണിക്കുന്നതെങ്കിലോ മനസ്സിലാക്കിക്കോ, ഇന്ന അദാബി, അല്ലാഹു പറയാൻ നിശ്ചയമായും എന്റെ ശിക്ഷ ലശദീദ്, അത് വളരെ കഠിനം തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലതാ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നു. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു, കാവലിനെ തേടുകയാണ്. മിൻ സവാലി നിഅമതിക, നീ തന്ന നിഅമത്ത് നീങ്ങിപ്പോകുന്നതില്ലെന്ന് നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. നിഅമത്ത് നീങ്ങിപ്പോകാൻ എളുപ്പമാണ്, അതുകൊണ്ട് ശുക്ർ കാണിക്കുകയും വേണം. പ്രാർത്ഥനയോടൊപ്പം പ്രാർത്ഥനയ്ക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ കൂടി മുസ്ലിമീങ്ങൾ ചെയ്യണം. വെറും പ്രാർത്ഥന കൊണ്ട് നമുക്ക് രക്ഷയില്ല. പ്രാർത്ഥിക്കുന്നതോടൊപ്പം എന്തൊരു കാര്യത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥിക്കുന്ന സംഗതിക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ നാം ചെയ്യുകയും വേണം. അങ്ങനെയാണ് തവക്കുലാക്കേണ്ടത്. അല്ലാഹുവിനോട് നാം ചോദിക്കുന്നു എന്ത്? പടച്ചവനെ, നിന്റെ നിഅമത്ത് നീങ്ങിപ്പോകുന്നതില്ലെന്ന് നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. ഇപ്പൊ നല്ല സുഖത്തിലാണ്, നമ്മൾ പറയും ഇപ്പൊ നല്ല സുഖത്തിലാണ്, നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമാണ്, അല്ലെങ്കിൽ കുടുംബത്തിൽ സമാധാനമാണ്, അല്ലെങ്കിൽ ഐശ്വര്യമാണ്, ആ നിലക്കൊക്കെ നല്ല സമാധാനമാണ് എന്നൊക്കെ പറയുമ്പോ ഇതൊക്കെ എത്രയോ പെട്ടെന്നങ്ങ് നീങ്ങിപ്പോകാനും കഴിയുമല്ലോ. പടച്ചവനെ, നിന്റെ കാവല് വേണം. നീ തന്ന നിഅമത്ത് നീങ്ങിപ്പോകുന്ന ദുരന്തത്തില്ലെന്ന് നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു റബ്ബേ. രണ്ടാമത്തെ കാര്യം വതഹവ്വുലി ആഫിയതിക. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആരോഗ്യം, സൗഖ്യം എന്നൊക്കെയാണ് അർത്ഥം. പടച്ചവനെ, നീ നൽകിയ ആരോഗ്യവും സൗഖ്യവുമൊക്കെ മാറിപ്പോകുന്നതില്ലെന്ന്, നീങ്ങിപ്പോകുന്നതില്ലെന്ന്. ആദ്യം പറഞ്ഞ നിഅമത്ത് മൊത്തത്തിൽ പറഞ്ഞിട്ട് അതിൽപ്പെട്ട ഒരു പ്രധാന നിഅമത്താണല്ലോ ആഫിയത്ത് എന്നുള്ളത്. അതിന്റെ കാര്യം പ്രത്യേകം അല്ലാഹുവോട് ചോദിക്കാണ്. ആരോഗ്യമുള്ള അവസരം അത് മാറിപ്പോകുന്നതില്ലെന്ന്. ആരോഗ്യമുള്ള അവസരം മാറിപ്പോകുക എന്ന് പറഞ്ഞാൽ രോഗം പിടിക്കുക. ഏതൊക്കെ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ടാണ് മനുഷ്യൻ നടക്കുന്നത് എന്നറിയില്ലല്ലോ. പടച്ച തമ്പുരാൻ നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ എന്ന് എപ്പോഴും ദുആ ചെയ്യുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാം,
അല്ലാഹുമ്മ ഇന്നി, ഈ കൂട്ടത്തിൽ വേറൊരു ദുആ കൂടി ഉൾപ്പെടുത്തുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വമിൻ സയ്യിഇൽ അസ്ഖാം. അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഈ പ്രാർത്ഥന കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇവിടെ ആഫിയത്ത് നിലനിന്ന് കിട്ടാനാ ദുആ ചെയ്യുന്നത്. ആരോഗ്യം മാറിമറിഞ്ഞ് അനാരോഗ്യം ബാധിക്കുന്നതിനെതിരെയാണ് അല്ലാഹുവിനോട് നമ്മൾ അഭയം ചോദിക്കുന്നത്. ആ കൂട്ടത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട സാന്ദർഭിക ദുആയായതുകൊണ്ടാണ് അതുകൂടി ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വമിൻ സയ്യിഇൽ അസ്ഖാം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. മിനൽ ബറസി, ബറസ് എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗം എന്നാണ് അർത്ഥം. ബറസ് വെള്ളപ്പാണ്ട് എന്നാണ് അർത്ഥം ബറസ്. വൽ ജുനൂനി, ഭ്രാന്ത്, മനോരോഗം ബാധിക്കുന്നതില്ലെന്ന്, ഭ്രാന്തിൽ നിന്ന്, അതേപോലെ തന്നെ വെള്ളപ്പാണ്ട് രോഗത്തിൽ നിന്ന്. വൽ ജുദാമി, കുഷ്ഠരോഗത്തിൽ നിന്ന്. വമിൻ സയ്യിഇൽ അസ്ഖാം, പ്രത്യേകമായ ചില അസുഖങ്ങളെ ആദ്യം എടുത്തു പറഞ്ഞിട്ട് മൊത്തത്തിൽ പിന്നെ എല്ലാത്തിൽ നിന്നും അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്ന രീതിയാണ് ഈ ഹദീസിൽ വന്നത്. അല്ലാഹുവേ, വെള്ളപ്പാണ്ട്, അതേപോലെ തന്നെ ഭ്രാന്ത്, ഉന്മാദം, അതേപോലെ തന്നെ കുഷ്ഠരോഗം, ഈ രൂപത്തിലുള്ള എല്ലാ അസുഖങ്ങളിൽ നിന്നും നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. പിന്നെ മൊത്തത്തിൽ അവസാനം പറയുന്നത് വമിൻ സയ്യിഇൽ അസ്ഖാം, എല്ലാ രോഗങ്ങളുടെ, എല്ലാ ചീത്തയായ രോഗങ്ങൾ ഏതൊക്കെയുണ്ടോ അത്തരത്തിലുള്ള സർവ്വ രോഗങ്ങളുടെ ദുഷ്ടതയിൽ നിന്നും പടച്ചവനെ നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു എന്ന് ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ദുആ ചെയ്യേണ്ടുന്ന ഒരു സംഗതിയാണ്. ലോകത്ത് നമ്മൾ ആരോഗ്യവാന്മാരായി ജീവിക്കുന്നതിനിടയിലാണ് പെട്ടെന്നൊരു ചെക്കപ്പിന് വേണ്ടി നമ്മൾ പോകുന്നു. അപ്പോഴാണ് കണ്ടുപിടിപ്പിക്കപ്പെടുന്നത് പല രോഗങ്ങളും അർഹമുർ റഹീമീനായ റബ്ബ്, ഷാഫിയായ റബ്ബിനോട് പറയലല്ലാതെ യാതൊരു നിലക്കുള്ള മുൻകരുതലിനും നിർവാഹമില്ലാത്ത രോഗങ്ങളല്ലേ പടർന്നു പിടിക്കുന്നത്. നമുക്ക് വല്ല നിർവാഹവുമുണ്ടോ സുഹൃത്തുക്കളെ? എത്രയോ ആളുകൾ നമ്മൾ കാണുന്നില്ലേ, പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ, രണ്ട് വൃക്കയും തകരാറിലായി കൊണ്ട് കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾ. ലക്ഷക്കണക്കിന് രൂപ ചെലവ് വേണം. ആ രൂപത്തിൽ കഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. അതേപോലെ തന്നെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബാധിക്കുന്ന മാറാവ്യാധികളും തീരാത്ത വേദനകളുമായി സഹിക്കുന്നയുംപാടും ആളുകളില്ലേ. നമുക്ക് എന്ത് പ്രിക്കോഷനാണ് നൽകാനാവുക? നമുക്ക് എന്ത് മുൻകരുതലുകളാണ് ഇതിനൊക്കെതിരെ എടുക്കാനാവുക? ഏത് രോഗം എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് അർഹമുർ റഹീമീനായ റബ്ബിനല്ലേ അറിയൂ. അതുകൊണ്ട് അവനോട് മനസ്സ് പൊട്ടിക്കൊണ്ട് പറയേണ്ട സംഗതിയാണ്. അർഹമുർ റഹീമീനായ റബ്ബിനോട് പറയേണ്ടതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വമിൻ സയ്യിഇൽ അസ്ഖാം. സർവ്വ രോഗങ്ങളിൽ നിന്നും, അത് എത്ര കടുപ്പപ്പെട്ടതാവട്ടെ അല്ലാത്തതാവട്ടെ, എല്ലാ മോശപ്പെട്ട രോഗങ്ങളിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു എന്ന പ്രാർത്ഥന കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നീ നൽകുന്ന, കണ്ടോ ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ, നീ നൽകുന്ന ആഫിയത്ത് നീങ്ങിപ്പോവുക, അതങ്ങ് മാറിമറിഞ്ഞ് ആഫിയത്ത് പോയിട്ട്, സൗഖ്യം പോയിട്ട് കഷ്ടതയും അതേപോലെ തന്നെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ വരുന്നതില്ലെന്ന് എന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. മൂന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ ചോദിക്കുന്ന വിഷയം നിഖ്മത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന, പെട്ടെന്നുണ്ടാകുന്ന ദുരന്തമാണ്, പെട്ടെന്നുണ്ടാകുന്ന ഒരു ശിക്ഷയാണ് അത്. എന്നും വായനയുണ്ട്. ഇപ്പൊ രണ്ട് നിലക്കും വായിക്കാവുന്ന ഒരു പദമാണത്. എന്നും വായനയുണ്ട്. രണ്ടായിരുന്നാലും ആശയം ഒന്നാണ്. എന്താണ്? പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ, പെട്ടെന്നങ്ങ് സംഭവിക്കുകയാണ്. ഒന്ന് പെട്ടെന്നൊരു അപകടത്തിൽ പെടുകയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളാകെ കൂടി പ്രയാസത്തിലാവുകയാണ്. അങ്ങനെ പെട്ടെന്ന് എന്ന അർത്ഥത്തിനാണ് ഈ ഫജ്അത്ത്, ഫുജാഅത്ത് എന്നൊക്കെ ഉപയോഗിക്കുന്നത്.
ആ നിലക്കുള്ള നിഅമത്തിന്റെ നേരെ എതിര് വരുന്നതാണ് നിഖ്മത്ത്. ആ നിലക്കുള്ള നിഖ്മത്തുകളിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒരു ദുരന്തങ്ങൾ സംഭവിക്കുക, അതൊരു പക്ഷെ താങ്ങാനാവാത്തതായിരിക്കും, അതല്ലെങ്കിൽ പെട്ടെന്ന് അതിലങ്ങ് മരിച്ചു പോവുകയായിരിക്കും. ഒന്ന് തൗബ ചെയ്യാനോ അതല്ലെങ്കിൽ ഒരു വീണ്ടും വിചാരത്തിനോ പോലും അവസരമില്ലാതെ ആ നിലക്കര എന്താണെന്ന് പടച്ച തമ്പുരാനല്ലേ അറിയൂ. അല്ലാഹുവേ അത്തരത്തിൽ പെട്ടെന്ന് സംഭവിക്കുന്ന ആ മാരകമായ വിപത്തുകളിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. നാലാമത്തെ കാര്യം നിന്റെ കോപത്തിന് വിധേയമാകുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും. സുഖ്ത് എന്ന് പറഞ്ഞാൽ കോപം, വെറുപ്പ് എന്നൊക്കെയാണ്. അല്ലാഹുവേ നിന്റെ എല്ലാ കോപത്തിൽ നിന്നും, റബ്ബിന്റെ എല്ലാ കോപത്തിൽ നിന്നും ഞാനിതാ നിന്നോട് തന്നെ അഭയം ചോദിക്കുന്നു. അപ്പൊ ഈ ലോകത്ത് മനുഷ്യൻ അല്ലാഹു ചെയ്യുന്ന നിഅമത്തുകൾ, ആ നിഅമത്തുകൾ പെട്ടെന്ന് നീങ്ങിപ്പോകാം. അങ്ങനെ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് കാവൽ തേടണം. ആരോഗ്യം പെട്ടെന്ന് നശിക്കാം, അനാരോഗ്യം പെട്ടെന്ന് വന്നു ചേരാം, അതിന് അല്ലാഹുവിനോട് അഭയം ചോദിക്കണം. അതേപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ആഘാതങ്ങള്, അത് തകരാൻ ഒരിക്കലും മനുഷ്യന് താങ്ങാനാവാത്ത നിലക്ക് ചിലപ്പോൾ പെട്ടെന്ന് വന്നുപോകും, അതിൽ നിന്നും കാവൽ ചോദിക്കേണ്ടതാണ്. അതേപോലെ അല്ലാഹുവിന് വെറുപ്പുള്ള ഏതൊക്കെ സംഗതികളുണ്ടോ അതിൽ നിന്നൊക്കെ നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. നിനക്ക് വെറുപ്പുള്ള ഒരു സംഗതിയും ചെയ്യുന്ന ഒരവസ്ഥ എനിക്കില്ലാതെ നീ എന്നെ കാത്തുകൊള്ളണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ നാലാമത്തെ കാവൽ ചോദിക്കുന്ന വിഷയം. അപ്പൊ സുഹൃത്തുക്കളെ, ഇതും നമ്മൾ പഠിച്ചു വെച്ചുകൊണ്ട് നമുക്ക് ഈ ഇതൊക്കെ നമ്മുടെ സുജൂദുകളിൽ ചൊല്ലാം, നമ്മുടെ തശഹ്ഹുദിന്റെ അവസാനത്തിൽ ചൊല്ലാം. അതേപോലെ തന്നെ രാത്രിയിൽ എഴുന്നേൽക്കുമ്പോ ഫജറിന്റെ മുമ്പ് ഏത് ഒരു കൊല്ല കാരണവശാലും നമ്മൾ തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റതാണെങ്കിലോ ഇനി പെട്ടെന്ന് ഉണർന്നതാണെങ്കിലോ ആ സമയത്തിനൊരു പ്രത്യേകതയില്ലേ. പടച്ച തമ്പുരാനോട് എന്തും ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന നേരമാണ്. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് പ്രയോജനപ്പെടും. ഇത്തരത്തിലുള്ള ദുആകളൊക്കെ മനസ്സിലാക്കി വെക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സുഖ്തിക. യരിയദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറ്റൊരു പ്രാർത്ഥനയിൽ കാണാം, അൻ സിയാദ് ബിൻ അലാഖ അൻ അമ്മിഹി റളിയല്ലാഹു അൻഹു ഖാല, സഹാബി പറയുന്നു, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ റസൂല് പറയാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാ. ഇത് തുർമുദി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആയിലൂടെ അല്ലാഹുവിനോട് അഭയം ചോദിക്കുന്നത്? നോക്കൂ, എല്ലാം അല്ലാഹുമ്മ എന്നുള്ള വിളിയാണ് കാണുന്നത്. അല്ലാഹുവേ ഇന്നി അഊദു ബിക, നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു, നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു. മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാ. മിൻ മുൻകറാത്തിൽ അഖ്ലാഖി, ദുസ്വഭാവങ്ങളിൽ നിന്ന്, അഖ്ലാഖ്, അഅമാൽ, അഹ്വാ ഇവയുടെയൊക്കെ ദുഷ്ടതയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ചീത്തയായ സ്വഭാവങ്ങൾ, ചീത്തയായ പ്രവർത്തനങ്ങൾ, ചീത്തയായ ആഗ്രഹങ്ങൾ, തോന്നലുകൾ, ഇതിൽ നിന്നൊക്കെ കാവൽ ചോദിക്കപ്പെടേണ്ടതാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യന്റെ സ്വഭാവം വളരെ മോശമായാൽ പിന്നെ അവനെ എന്തിനാണ് കൊള്ളുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഖിയാറുക്കും അഹ്സനുക്കും അഖ്ലാഖാ, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ നല്ല സ്വഭാവമുള്ളവനാകുന്നു, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ, ഖൈറായവൻ, അഹ്സനുക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമനാരോ, അഖ്ലാഖാ, നല്ല സ്വഭാവത്തിന്റെ ഉടമയാരാണെങ്കിൽ അവനാണ് നിങ്ങളിലെ ഉത്തമൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു കൊടുത്ത സർട്ടിഫിക്കറ്റ് കേട്ടിട്ടില്ലേ വിശുദ്ധ ഖുർആനിൽ? വഇന്നക ലഅലാ ഖുലുഖിൻ നദീം, ഓ നബിയേ നിങ്ങൾ വലിയ സ്വഭാവത്തിന്റെ ഉടമയാണ്, മഹത്തായ സൽ സ്വഭാവത്തിന്റെ ഉടമയാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാം, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖി, നിശ്ചയമായും ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ലിഉതമ്മിമ, പൂർത്തീകരിച്ചു തരാൻ വേണ്ടിയാണ്, മകാരിമൽ അഖ്ലാഖി, സൽസ്വഭാവങ്ങളുടെ ഏതെല്ലാം വകുപ്പുകളുണ്ടോ അവയുടെയൊക്കെ പൂർത്തീകരണമായി കൊണ്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്.
ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് സഹാബത്ത് പോയിട്ട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവം എന്തായിരുന്നു? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാക്ക് ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ നോക്കുമോ നബി സത്യസന്ധനായിരുന്നു, അല്ലെങ്കിൽ നബി വിശ്വസ്തനായിരുന്നു എന്നിങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വർണ്ണിച്ചാൽ തീരുമോ? നബിയുടെ സൽസ്വഭാവം എണ്ണിയാൽ ഒടുങ്ങുമോ? അതാർക്കാണ് പറഞ്ഞു തീരാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ ഒറ്റ വാക്കിലാണ് മഹദി മറുപടി കൊടുക്കുന്നത്, കാന ഖുലുഖുൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവം ഏതായിരുന്നു എന്നല്ലേ ചോദിച്ചത്? അത് എണ്ണി പറയാൻ കഴിയില്ല. അവിടുത്തെ സ്വഭാവം എന്തായിരുന്നുവെന്നോ അൽ ഖുർആനു, ഖുർആനായിരുന്നു നബിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞ എല്ലാ സൽസ്വഭാവങ്ങളുടെയും കേദാരമായിരുന്നു അവിടുന്ന്. അപ്പൊ നോക്കൂ, ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു നിഅമത്ത് എന്താണ്? സൽസ്വഭാവമാണ്. നല്ലൊരു സ്വഭാവം ഉണ്ടാവുക. ആ സ്വഭാവം അങ്ങ് ദുഷിച്ചാ പിന്നെ ഈ മനുഷ്യനെ എന്തിനാ കൊല്ല? അവൻ എന്താ പറയുന്നതെന്നറിയാമോ? അവൻ ചെയ്യുന്നതെന്തെന്നറിയാമോ? അവൻ എത്ര മോശമായി പോകും? അങ്ങ് മോശമായി പോയാൽ എത്ര അതപ്പതിച്ചു പോകുന്നുണ്ട് മനുഷ്യൻ. അതുകൊണ്ട് അള്ളാഹുവിനോട് അഭയം ചോദിക്കുകയാണ്. ചീത്തയായ ഒരുപാട് സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് ചീത്ത സ്വഭാവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചവ ധാരാളമുണ്ട്. ആ സർവ്വ ദുസ്വഭാവങ്ങളിൽ നിന്നും, ആ സ്വഭാവങ്ങളുടെ വെറുക്കപ്പെടുന്ന രൂപത്തിലുള്ള സ്വഭാവങ്ങളിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. പിന്നെ വൽ അഅ്മാലി, ചീത്തയായ പ്രവൃത്തികളിൽ നിന്ന്, അഅ്മാലുകളിലെ മുൻകറാത്തുകളിൽ നിന്ന്, മൂന്ന് കാര്യങ്ങളുടെയും മുൻകറാത്തുകളിൽ നിന്നാണ് അഭയം ചോദിക്കുന്നത്. അഖ്ലാഖ്, അഖ്ലാഖ് എന്ന് പറയുമ്പോൾ സൽസ്വഭാവവുമുണ്ട് ദുസ്വഭാവവുമുണ്ട്. അപ്പൊ ദുസ്വഭാവത്തിൽ നിന്ന് അഭയം ചോദിക്കുന്നു. വൽ അഅ്മാല്, അമലുകൾ എന്ന് പറഞ്ഞാൽ അമലു സാലിഹാത്തുമുണ്ട്, മോശപ്പെട്ട പ്രവർത്തനങ്ങളുമുണ്ട്. അപ്പൊ അഅ്മാലുകളിൽ ഉണ്ടാകുന്ന വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ, ചീത്തയായ പ്രവൃത്തികൾ ഞാൻ ചെയ്യരുതേ. വൽ അഹ്വാ, ചീത്തയായ വിചാര വികാരങ്ങൾ, ചീത്തയായ ആഗ്രഹങ്ങൾ, ദേഹേച്ഛകൾ. അഹ്വാവ് മനുഷ്യന്റെ ആഗ്രഹങ്ങള്. എന്തൊക്കെ ആഗ്രഹങ്ങളാ മനുഷ്യനുള്ളത്? ഹലാലായ ആഗ്രഹങ്ങളുണ്ട്, ഹറാമായ ആഗ്രഹങ്ങളുണ്ട്. പടച്ച തമ്പുരാനെ, ഹലാലായ ആഗ്രഹങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടണം ഞാൻ, ഹറാമുകളിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണം. അതുകൊണ്ട് ഈ ദുആയും വളരെ പ്രാധാന്യപൂർവ്വം നമ്മൾ പഠിച്ചു വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅ്മാലി വൽ അഹ്വാ. ഇനി അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറ്റൊരു പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സംഇ വമിൻ ശർരി ബസരി വമിൻ ശർരി ലിസാനി വമിൻ ശർരി ഖൽബി വമിൻ ശർരി മനിയ്യി. തുർമുദി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ നമ്മളോട് പറയുന്ന പ്രാർത്ഥന? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, നിശ്ചയമായും നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു, മിൻ ശർരി സംഇ, എന്റെ കാതിന്റെ ശർറിൽ നിന്ന്, എന്റെ കേൾവിയുടെ ശർറിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. വമിൻ ശർരി ബസരി, എന്റെ കണ്ണിന്റെ ശർറിൽ നിന്ന്. വമിൻ ശർരി ലിസാനി, എന്റെ നാവിന്റെ ശർറിൽ നിന്ന്. വമിൻ ശർരി ഖൽബി, എന്റെ ഹൃദയത്തിന്റെ ശർറിൽ നിന്ന്. വമിൻ ശർരി മനിയ്യി, എന്റെ ലൈംഗികാവയവത്തിന്റെ ശർറിൽ നിന്നും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അല്ലാഹുവേ, എന്തിൽ നിന്നൊക്കെയാണ്? 5 കാര്യങ്ങളിൽ നിന്ന് ഈ ഒറ്റ ഹദീസിൽ അഭയം ചോദിക്കുകയാണ്. മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട, മനുഷ്യൻ തെറ്റുകൾ ചെയ്യാൻ ഏറെ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. മനുഷ്യൻ നരകം വാങ്ങിക്കൂട്ടുന്ന കാരണങ്ങളാണ്. ഒന്നവൻ ഹറാമായത് കേട്ടിട്ട്. കാതിന്റെ ശർറ് എന്ന് പറയുന്നത്, ഈ കാത് റബ്ബ് തന്നിട്ടുള്ളത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം കേൾക്കാനാണ്. പടച്ചവന് പൊരുത്തല്ലാത്തത് കേൾക്കാൻ പാടില്ല ഈ കാതുകൊണ്ട്. അപ്പൊ ഈ കാതിന്റെ ഖൈർ എന്താണ്? ഈ കാത് അള്ളാഹു തന്ന ഈ കേൾവി ശക്തി കൊണ്ടുള്ള ഖൈർ എന്താണ്? ഖൈർ കേൾക്കുക, നല്ലത് കേൾക്കുക, ഖുർആൻ കേൾക്കുക, ഹദീസ് കേൾക്കുക, നല്ല കാര്യങ്ങൾ കേൾക്കുക. നേരെ മറിച്ച് മിൻ ശർരി സംഇ, കേൾക്കരുതാത്ത കാര്യങ്ങൾ ഈ കാതുകൊണ്ട് കേട്ടാൽ അത് കാതുകൊണ്ടുണ്ടാകുന്ന ശർറാണ്. അള്ളാഹു നിഷിദ്ധമാക്കിയതാണല്ലോ സംഗീതം. ആ നിലക്കുള്ള ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സംഗീതങ്ങളും മ്യൂസിക്കുകളും ആസ്വദിക്കുന്ന മനുഷ്യന്മാരില്ലേ? നബി വിരോധിച്ചതല്ലേ മുആസിഫിനെ?
സംഗീതോപകരണങ്ങൾ വിരോധിക്കപ്പെട്ടതല്ലേ? അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ആ നിലക്കുള്ള സംഗീതങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണ്. കേൾക്കാൻ പാടില്ലാത്തതാണ്. ഗീബത്ത് കേൾക്കാൻ പാടില്ലാത്തതാണ്. നമീമത്ത് കേൾക്കാൻ പാടില്ലാത്തതാണ്. ആ നിലക്കുള്ള ഫിത്നകളും അതൊക്കെ ഏതൊക്കെ നിലക്കാണ്? നമ്മൾ അതേപോലെ തന്നെ അശ്ലീലമായ വർത്തമാനങ്ങൾ കേൾക്കൽ, അങ്ങനെ ഏതൊക്കെ ഹറാമായ കേൾവിയുണ്ടോ, അങ്ങനെ കാതുകൊണ്ടുണ്ടാകുന്ന ഷർറിൽ എന്ന് നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. എന്റെ കാതുകൊണ്ട് ഒരു ഷർറ് വരാതെ എന്റെ കാതിൽ ഷർറ് കേൾക്കുന്നതില്ലെന്ന് നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. വമിൻ ശർരി ബസരി, എന്റെ കണ്ണിന്റെ ഷർറിൽ നിന്ന്. കണ്ണ് അല്ലാഹു തന്നത്, അല്ല തന്നതല്ലേ കണ്ണ്. അലം നജഅൽ ലഹു ഐനൈനി, അല്ല ചോദിച്ചിട്ടുണ്ട്, മനുഷ്യന് നാം ഇരു കണ്ണുകൾ നൽകിയില്ലയോ? ആ കണ്ണുകൊണ്ട്, അല്ലാഹു നമുക്ക് തന്ന കാഴ്ച കൊണ്ട് പടച്ചവന് ഇഷ്ടമുള്ളതേ കാണാവൂ. അല്ലാഹുവിന് വെറുപ്പുള്ളിടത്തേക്ക് ആ കണ്ണയക്കാൻ പാടില്ല. അല്ലാഹുവിന് വെറുപ്പുള്ള സ്ഥലത്തേക്ക് നോക്കിയിട്ട കണ്ണുകൊണ്ട് ആസ്വദിക്കാൻ പാടില്ല. മനുഷ്യനെപ്പോഴും അബദ്ധത്തിൽ പെട്ടുപോകുന്ന ഒരു സംഗതിയാണ്. എല്ലാ ഫിത്നകളുടെയും തുടക്കം ഒരു നോട്ടത്തിൽ നിന്നല്ലേ? ഒരു നോട്ടമാകുന്ന ചെറു തീപ്പരി വീണിട്ടല്ലേ വലിയ വലിയ ആപത്തുകളൊക്കെ ഉണ്ടാകാറുള്ളത്? ആ മോശപ്പെട്ട ഒരു സംഗതിയാണത്. നെബറത്ത്, അനാവശ്യമായ സ്ഥലത്തേക്കുള്ള ഒരു നോട്ടം, അത് സഹ്മും മിൻ സിഹാമി ഇബ്ലീസ്, ഇബ്ലീസ് എറിയുന്ന അമ്പുകളിൽ നിന്നുള്ള ഒരു അമ്പാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ നോട്ടത്തെ മനുഷ്യൻ നിയന്ത്രിക്കണ്ടേ? കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാം നോക്കി ആസ്വദിക്കുന്നതിനെ പറഞ്ഞത്. ഹറാം കേട്ടാസ്വദിക്കുന്നതിനെ പറ്റി പറഞ്ഞത് കാതുകൊണ്ടുള്ള വ്യഭിചാരം എന്നാണ്. അതുകൊണ്ട് സിനിമയായാലും സീരിയലായാലും മോശപ്പെട്ട ചിത്രങ്ങളായാലും എന്തായിരുന്നാലും ഈ കണ്ണുകൊണ്ട് നോക്കുമ്പോ അത് കണ്ണുകൊണ്ട് ചെയ്യുന്ന തിന്മയാണ്. അല്ലാഹുവേ, എന്റെ കണ്ണതിലേക്ക് പോകാതെ വമിൻ ശർരി ബസരി, എന്റെ കണ്ണിന്റെ ഷർറിൽ എന്ന് നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. വമിൻ ശർരി ലിസാനി, എന്റെ നാവിന്റെ ഷർറിൽ നിന്നും നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. ലിസാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ച ആയത്തിന്റെ ബാക്കി, അവന് നാം രണ്ട് കണ്ണുകൾ നൽകിയില്ലേ എന്ന് ചോദിച്ച ഉടനെ പറയുന്നു, അലം നജഅൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ, വലിസാനൻ, നാം അവനൊരു നാക്കും നൽകിയില്ലയോ? ആ നാവ് പ്രവർത്തിക്കണമെങ്കിൽ വെറുതെ നാവ് വായിലുണ്ടായിട്ട് കാര്യമുണ്ടോ? മേലെയുള്ള ചുണ്ടും താഴെയുള്ള ചുണ്ടും കൃത്യമായി ആരോഗ്യമുണ്ടെങ്കിലേ മനുഷ്യന് സംസാരിക്കാൻ കഴിയൂ. ചുണ്ടില്ലാത്ത ഒരുത്തന് മേലത്തെയുള്ള ചുണ്ടോ താഴെയുള്ള ചുണ്ടോ മുറിഞ്ഞു പോയാൽ അതില്ലെങ്കിൽ മനുഷ്യന് സംസാരിക്കാൻ കഴിയുമോ? അതുകൊണ്ട് അല്ല പറയാണ്, ഞാനല്ലേ നിങ്ങൾക്ക് രണ്ട് കണ്ണ് നൽകിയത്, വലിസാനൻ, നാവും നൽകിയില്ലേ? ആ നാവ് ഉപയോഗപ്പെടുത്തി സംസാരിക്കണമെങ്കിൽ വശഫതൈൻ, മേലെയും താഴെയുമായി ഇരു ചുണ്ടുകളെയും നിങ്ങൾക്ക് നൽകിയില്ലേ? ആ നിഅമത്ത് അത് അല്ല പൊരുത്തപ്പെടുന്നിടത്തേക്ക് ഉപയോഗപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നബി പറഞ്ഞില്ലേ, മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ നരകത്തിയിൽ പോയി വീഴാൻ കാരണമാകുന്നത് അവന്റെ നാവ് കൊയ്തെടുത്ത വിളവുകൾ മുഖേനയല്ലയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നാവ് പ്രയോഗിക്കുമ്പോൾ സൂക്ഷിക്കണമെന്നാ പറയുന്നത്. കാരണം ജിറാഹാത്തുസ്സിനാനി ലഹൽ തിആമു വലാ യൽതാമു മാ ജറഹൽ ലിസാനു, കുന്തം കൊണ്ടുണ്ടാകുന്ന മുറിവുകൾ കാലാന്തരേണ മുറിവ് കൂടിപ്പോകുന്നതാണ്. ഒരാൾ കുന്തം കൊണ്ടൊരു കുത്തി അല്ലെങ്കിൽ ആയുധം കൊണ്ടൊരു മുറിവേൽപ്പിച്ചു എങ്കിൽ ആ മുറിവുകളും വ്രണങ്ങളുമൊക്കെ അതൊക്കെ കാലക്രമേണ അങ്ങ് കൂടിപ്പോകുന്നതാണ്. അതേ അവസരത്തിൽ വലാ യൽതാമു മാ ജറഹൽ ലിസാനു, നാവേൽപ്പിച്ച മുറിവ് അത് കൂടാൻ കുറച്ച് പ്രയാസമാണ്. നാവ് കൊണ്ടുണ്ടായ മുറിവുകൾ കൂടാൻ താമസമുണ്ടാകും. അത് ചിലപ്പോ കൂടാരെയാകും. അതുകൊണ്ടാ ചിലപ്പോ പറയുന്നത്, മരിച്ചാലും എന്റെ ജനാസാവൻ കാണുന്നത് എനിക്ക് പൊരുത്തല്ല എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ? കാരണം എന്താ, മരിച്ചാലും മറക്കൂല എന്നാ അതിന്റെ അർത്ഥം. അങ്ങനെ മരിച്ചാലും കൂടി പോകാത്ത മുറിവുകൾ ഉണ്ടാകാറില്ലേ? അത് നാവ് പ്രയോഗിച്ചിട്ടാണ്. അപ്പോ സുഹൃത്തുക്കളെ, ഏറ്റവും കൂടുതൽ മനുഷ്യന് നരകം വിലക്ക് വാങ്ങാൻ കാരണമായി തീരുന്നത് മനുഷ്യന്റെ നാവാണ്. അംസിക് അലൈക ലിസാനക്, എന്റെ നാവിനെ നീ പിടിച്ചു വെച്ചോ എന്നല്ലേ റസൂലുള്ളാഹിയുടെ വസിയത്ത്. അപ്പൊ നാവ് ഉപയോഗപ്പെടുത്തുന്നു. നാവ് എന്തിനുള്ളതാണ്?
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദുആ ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞില്ലേ, പടച്ചവനെ നീ എന്നെ ദാക്കിറാക്കണം, നിന്നെ എപ്പോഴും ഓർക്കുന്നവനാക്കണം എന്ന്. അഥവാ നാവ് അള്ളാഹുവിനെ സംബന്ധിച്ച് ഇടക്കിടക്ക് ഇങ്ങനെ സ്മരിക്കാനുള്ളതാണ്. നാവ് കൊണ്ട് റബ്ബിനെ ഇങ്ങനെ എന്ത് ചെയ്യണം, ഇടയ്ക്കിടെ അവനെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം, അവനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കണം, തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കണം, നല്ല കാര്യങ്ങൾ പറയണം. അതിനാണ് നാവ്. ആ നാവിന്റെ ഏറ്റവും വലിയ ഷർറാണ് മനുഷ്യനിൽ നിന്ന് വന്നു പോകുന്ന എല്ലാ നിലക്കുള്ള ഷർറുകളും. അതുകൊണ്ട് റബ്ബിനോട് പ്രത്യേകം ഈ നാവ് എന്ന അവയവത്തിന്റെ ഷർറിൽ നിന്ന് കാവൽ ചോദിക്കുന്ന ഭാഗമാണ് വമിൻ ശർരി ലിസാനി. അതേപോലെ നാലാമത്തെ കാര്യം വമിൻ ശർരി ഖൽബി, എന്റെ ഖൽബിന്റെ ഷർറ്. ഖൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നാണല്ലോ. ഈ ഹൃദയത്തിൽ ഇങ്ങനെ മോശപ്പെട്ട ചിന്തകള്, അങ്ങനെ വേണ്ടാത്തതൊക്കെ മനസ്സിൽ ഇങ്ങനെ അടിഞ്ഞുകൂടുക. പകയും വിദ്വേഷവും അസൂയയും കുശുമ്പും അഹങ്കാരവും അതുപോലെ തന്നെ താൻപോരിമയും ഉൾനാട്യവും കുഫറും അതേപോലെ തന്നെ ശിർക്കും ബിദ്അത്തും ഏതെല്ലാം ഖൽബിനെ ബാധിക്കുന്ന മനോരോഗങ്ങളുണ്ടോ അതൊക്കെ ഖൽബിനുണ്ടാകുന്ന ശർറുകളാണ്. അതിൽ നിന്നൊക്കെ നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. വമിൻ ശർരി മനിയ്യി, മനിയ്യി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശുക്ലത്തിനാണ് പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന ശുക്ലത്തിനാണ് പറയുന്നത്. അപ്പൊ തന്റെ ലൈംഗിക വികാരം, തന്റെ ലൈംഗികമായ നിലക്കുള്ള തിന്മയിൽ നിന്ന് അതിലേക്കുള്ള സൂചനയാണ്. അഥവാ ഒരു ഹറാമായ നിലക്ക് ആ നിലക്ക് ഉണ്ടാകുന്നതില്ലെന്ന്. പടച്ചവനെ നീ എന്നെ കാത്തു രക്ഷിക്കണം എന്ന് അഞ്ചാമതായി അതിനു കൂടിയാണ് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി ആ ദുആ കേൾപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സംഈ വമിൻ ശർരി ബസരി വമിൻ ശർരി ലിസാനി വമിൻ ശർരി ഖൽബി വമിൻ ശർരി മനിയ്യി. ഇതൊക്കെയും അർത്ഥവത്തായ പ്രാർത്ഥനകളാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഈ സൂറത്തുൽ ഇഖ്ലാസിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഒരു വലിയ പ്രത്യേകമായ ദുആയാണ്. നമ്മൾ അള്ളാഹുവിനോട് കാര്യം ചോദിക്കുന്നതിന്റെ മുമ്പ് എന്ത് പറയാ, സൂറത്തുൽ ഇഖ്ലാസിലെ വാചകങ്ങൾ ഒന്ന് പറയുക. അതിന്റെ ഒരു രൂപം പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ്? അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക യാ അല്ലാഹ് ബിഅന്നകൽ വാഹിദുൽ അഹദുസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അൻ തഗ്ഫിറ ലീ ദുനൂബി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുവേ ഇന്നി അസ്അലുക, നിന്നോട് ഞാൻ യാചിക്കുന്നു, യാ അല്ലാഹ്, അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, യാചിക്കുന്നു. എന്നിട്ട് പറയാണ് ബി അന്നക, എന്ത് മുഖേന? അന്നക്കൽ വാഹിദുൽ അഹദുസ് സമദ്, നീ ആരാണ്? നീ വാഹിദാണ്, ഏകനാണ്. അസ്സമദ്, നീ സമദാണ്. അല്ലദീ ലം യലിദ് വലം യൂലദ്, നീ ജനിച്ചവനോ അല്ലെങ്കിൽ ജനിപ്പിക്കപ്പെട്ടവനോ അല്ല, നീ ആരുടെയെങ്കിലും മകനല്ല, ആരുടെയെങ്കിലും പിതാവുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒരാളും തന്നെയില്ല. അങ്ങനത്തെ റബ്ബേ, എന്താ ഇനി ചോദിക്കുന്നത്? അൻ തഗ്ഫിറ ലീ ദുനൂബി, എന്റെ പാപങ്ങൾ മുഴുവൻ നീ എനിക്ക് പുറത്തു തരണേ. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീയാണല്ലോ എല്ലാം ഏറെ പൊറുക്കുന്നവനും എല്ലാവരോടും ഏറെ കരുണ ചെയ്യുന്ന കാരുണ്യവാനും നീയല്ലയോ. അപ്പൊ ഇതും നമ്മൾ പഠിച്ചു വെക്കാൻ എളുപ്പമാണ്, ഒക്കെ നമുക്ക് പരിചയമുള്ള പ്രാർത്ഥനകളാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക യാ അല്ലാഹ് ബിഅന്നകൽ വാഹിദുൽ അഹദുസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അൻ തഗ്ഫിറ ലീ ദുനൂബി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ഇനി അതാ മറ്റൊരു പ്രാർത്ഥന കാണാം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂലു ഫീ ദുആഇഹി, അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ ദുആകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി മാ അമിൽതു വ ശർരി മാ ലം അഅമൽ. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി പറയാണ്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അമലിൽ ഒരു ഷർറുമുണ്ട് എന്ന് ഇതിലേക്ക് സൂചനയില്ല. എന്താ ഇതിൽ പറയുന്നത്? അല്ലാഹുവേ, നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു, മിൻ ശർരി മാ അമിൽതു, ഞാൻ ചെയ്ത കാര്യങ്ങളിലെ ഷർറിൽ നിന്ന്, ഞാൻ പ്രവർത്തിച്ച കാര്യങ്ങൾ മുഖേനയുണ്ടാകുന്ന ഷർറിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. മുത്ത് മുസ്തഫ പ്രവർത്തിച്ച ഒരു കാര്യത്തിലും ഷർറുണ്ടായിട്ടില്ല. പക്ഷേ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ എന്തിനാ പറയുന്നത്? ഇത് ഉമ്മത്തിനെ പഠിപ്പിക്കാൻ പറഞ്ഞതാണ്. അങ്ങനെ നിങ്ങൾ ദുആ ചെയ്യണം എന്ന് മാതൃകയായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മുഖേന ഒരുപാട് തിന്മകൾ വരുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ബാധിക്കുന്ന പലതും നിങ്ങളുടെ തന്നെ ചെയ്തികൾ നിമിത്തമാണെന്ന് ഖുർആനിൽ കാണാം. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് അയ്ദിൻ നാസ്, കരയിലും കടലിലുമൊക്കെ ആപത്ത് പടർന്നു പിടിച്ചിരിക്കുന്നു, ഫസാദ് വ്യാപകമായിരിക്കുന്നു. ബിമാ കസബത് അയ്ദിൻ നാസ്, മനുഷ്യന്മാരുടെ കൈകൾ സമ്പാദിച്ച നിമിത്തം, മനുഷ്യൻ ചെയ്ത ചില അമലുകൾ കൊണ്ടാണ് ഇവിടെ പലരും ദൗർഭാഗ്യം അനുഭവിക്കുന്നത്. മനുഷ്യന്മാർ ചെയ്യുന്ന ചില അമലുകൾ കാരണമായിട്ടാണ് ഇവിടെ ഒരുപാട് ആളുകൾക്ക് ഷർറ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മനുഷ്യ കരങ്ങളുടെ ചെയ്തി നിമിത്തം ഉണ്ടാകുന്ന ഷർറുകൾ ലോകത്ത് എമ്പാടുമുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രത്യേകം അഭയം ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ, നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു, മിൻ ശർരി മാ അമിൽതു, ഞാൻ ചെയ്തിട്ടുള്ളവയുടെ ഷർറിൽ നിന്ന്, വശർരി മാ ലം അഅമൽ, വശർരി മാ ലം അഅമൽ, ഇനി ഞാൻ ചെയ്തിട്ടില്ലാത്തതിന്റെ ഷർറിൽ നിന്നും, അഥവാ ഇപ്പൊ ചെയ്തിട്ടില്ല ഇനി ഭാവിയിൽ ഞാൻ ചെയ്യാൻ പോകുന്ന സംഗതികളിൽ വല്ല ഷർറും ഉണ്ടാകാൻ സാധ്യതയുണ്ടാകുമല്ലോ. പടച്ചവനെ, അതിൽ നിന്നൊക്കെ നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു എന്നിങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ കഴിവുകേടാണ് നമ്മൾ ആ പറയുന്നത് മുഴുവൻ. കാരണം ഇതൊന്നും എന്റെ കൺട്രോളിലല്ല, എനിക്ക് നിയന്ത്രിക്കാനാവില്ല. എല്ലാം നീയല്ലയോ, എല്ലാം നീയല്ലേ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നീ എനിക്ക് അഭയം തരണം. നിന്നിലാണ് അഭയം, നിന്നിലാണ് എനിക്ക് പ്രതീക്ഷയുള്ളത്. നിന്നോടല്ലാതെ എനിക്കിതൊന്നും യാചിക്കാനില്ല, ചോദിക്കാനില്ല എന്നിങ്ങനെ നമ്മുടെ കഴിവുകേടും അള്ളാഹുവിന്റെ മഹാകഴിവിനെയും മനസ്സിൽ പ്രത്യേകമായി സ്മരിക്കുക കൂടിയാണ് ഈ ദിക്റുകളിലൂടെ അല്ലെങ്കിൽ ഈ പ്രാർത്ഥനകളിലൂടെയൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ, എപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ, നമ്മളിതങ്ങ് കേട്ടുവിടേണ്ടുന്ന കാര്യമല്ല. ഇത് പഠിക്കണം, ഇത് പ്രാവർത്തികമാക്കണം. നമ്മുടെ ജീവിതത്തിന്റെ വൈവിധ്യമാർന്ന മേഖലകളിൽ നമ്മളിത് അള്ളാഹുവിനോട് പറയുകയും ചെയ്യണം. ആ നിലക്ക് ദുആ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.